20-25 പേജുണ്ട് എഴുതിയൊരു ബുക്കാണിത്. ബട്ട് ആ പേജൊക്കെ ഞാൻ പറിച്ചും കളഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് പാട് ഇതാ കറക്റ്റ് കാണാം, കുറേ ത്രെഡൊക്കെ പൊന്തിയിട്ട്. ഈ വൃത്തികേട് മാറ്റണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് സെറ്റാക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഇതാ വൈറ്റ് പേപ്പേഴ്സാണ് എടുക്കണേ. ഇതിനെ വെച്ചിട്ട് നമുക്കൊന്ന് പൊഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്ലൂ ചേർത്ത് കൊടുക്കാം. കൈ ഫുള്ളും പശയാക്കിയാലും അങ്ങനെ നമ്മൾ വേണ്ട ഈ ഡയറിനെ പൊതിഞ്ഞെടുക്കണമല്ലോ. പശയായാലും കുഴപ്പമില്ല. ബട്ട് ഇതാണ്ട് ഇവിടെ ഇത് കാണുന്നുണ്ട്, നിഴലടിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അതിന് മുമ്പ് മാറ്റാമല്ലോ. അപ്പം ഇങ്ങനെ എന്താ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെ വേണ്ട ഇതാ ഇട്ടിച്ച് കൊടുക്കുക. ഇതാ ഇവിടെ കൂടെ കുറച്ച് പശ ഒന്ന് തേച്ച് കൊടുക്കുക. ഇവിടെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇവിടെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തും ഒന്ന് ഒട്ടിക്കുക. പിന്നെ വേണ്ട ഇവിടെ കൂടി തേക്കണം. ഇതെന്താ ഞാനിവിടെ ഫുള്ളായിട്ട് പശ തേക്കണമെന്ന് എല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇത് ഇത്രയും പശ തേച്ചാൽ എന്തായാലും പോവും. ഇതൊരു കട്ടിയില്ലാത്തൊരു ചോട്ട പച്ച പേപ്പേഴ്സാണ്. അതുകൊണ്ട് ഇവിടെ കൂടി ഇതാണ്ട് ഒന്ന് മര്യാദയ്ക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബാലൻസ് പോർഷൻ ചിലപ്പോൾ വരുമായിരിക്കും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഡയറി ഒക്കെ അല്ലേ നമുക്ക് ഇങ്ങനെ ക്യൂട്ടൊക്കെ പറ്റുള്ളൂ. ഇന്നതാണ്ട് ഇവിടെയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇവിടെയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഫസ്റ്റ് നല്ലോണം സ്പ്രെഡ് ചെയ്യുക. പശ തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഫുൾ പശയും നമ്മളങ്ങനെ തീർത്തു. ഇതാ ഇവിടെ നിന്നിട്ട് ഒട്ടിക്കുക. ഫ്രണ്ട് പേജൊക്കെ നമുക്കൊന്ന് കളയാം, വിടണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വേണ്ട ഇയർ പ്ലാനറൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് സ്പ്രെഡാക്കുക. എന്നിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ വേണം ഞാൻ കയറ്റി കൊടുക്കും. അതായത് ഇവിടെ ഒന്ന് സ്പ്രെഡാക്കുക. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. വെള്ളം കൂടി മടക്കുക. മര്യാദയ്ക്ക് എനിക്ക് മടക്കിയിട്ട് ദേഷ്യം കയറുന്നുണ്ട്. എന്നാലും നമ്മൾ ക്ഷമിക്കണം എന്നാണല്ലോ. അങ്ങനെ ക്ഷമിച്ച് കേൾക്കാം. ഇവിടെ കൂടി ഒന്ന് ഒട്ടിക്കാം. പശയാണെങ്കിൽ തീർന്നു പോയിരിക്കുന്നു മകനെ. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് കുറച്ച് പശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇച്ചിരി 3 ഡ്രോപ്സ് അത്ര നമുക്ക് കിട്ടി. 3 ഡ്രോപ്സൊക്കെ റെഡിയാവും നിങ്ങൾ ആലോചിക്കും.
അല്ല നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാലോ. അങ്ങനെ ഇവിടെ തേച്ചത് ഒക്കെ ഒട്ടിച്ചിട്ട് ഈ ഭാഗം അടിയിലേക്ക് ഒട്ടിക്കാം. ഈ ബാലൻസ് വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇട്ടത് നമുക്കതാ ഇവിടെയും കൂടി ഒന്ന് ഒട്ടിക്കാൻ പറ്റും. പക്ഷെ തേച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. കുറച്ച് പശ തേച്ച് ഒരു ഡ്രോപ്പ് അങ്ങനെ കാല് പിടിച്ചിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് അങ്ങനെ ചാടിയ ഓൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ കൂടി ഒരു ഡ്രോപ്പ് ഓൾ സെറ്റ്. അങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ വിചാരിച്ചാൽ സക്സസ്ഫുള്ളി നമ്മൾ ഒട്ടിച്ചിട്ടില്ല. അങ്ങനെ ഇതാണ്ട് അങ്ങനെ അതാ നമ്മൾ പണ്ടൊക്കെ തീർത്തിട്ടുണ്ട്. നമുക്കെന്നെ ഡിസൈൻ ചെയ്യണം. ഡിസൈനാണ് ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് ഇനിയും ഉണ്ട് പരിപാടികൾ. അറ്റം റെഡിയാക്കണം, ബാക്കി അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുകൂടി ചെയ്യാം. ഇവിടെ നമ്മൾ സെറ്റാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒരു കുന്തവുമില്ല. നമ്മളല്ലെങ്കിൽ എന്ത് തൊട്ടാലും മഞ്ഞ ടീമാണല്ലോ. അപ്പോൾ ഇതിലും ഞാൻ എൻ്റെ വാഷി ടേപ്സ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ വാഷി ടേപ്സ് ഇല്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേ സെറ്റ് മറ്റേ ഇൻസുലേഷൻ ഉണ്ട്. വാഷി ടേപ്സ് ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല. മേടിക്കുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അതേ ഉള്ളൂ നമ്മുടെ മനസ്സിലുള്ള വഴി. സ്ട്രെയിറ്റ് പോയാൽ സ്ട്രെയിറ്റ് നമുക്ക് ഇതിൽ അവരുടെ കമ്പനീൻ്റെ പേരൊക്കെ ഇടുന്നുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ജോലി നോക്കണ്ടേ. ഫസ്റ്റ് പേജ് നമ്മൾ അതിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി അടുത്ത ഭാഗം കൂടി ഒട്ടിക്കാം. അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് കുറേ വേണ്ടി വരും. ഇങ്ങനെ ഒരു 2 എണ്ണം ചെയ്യാനൊക്കെ പറ്റിയത്ര ഒരു 38 സെൻറ്റിമീറ്റർ ഇതാണ്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ടോട്ടൽ. ഇതെന്തിനാണെന്നൊന്നും എന്നോട് ചോദിച്ചത് എനിക്ക് തന്നെ അറിയില്ല. ഞാനിത് നീളത്തിൽ ഒട്ടിക്കാലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. ഈ പണി കിട്ടുമെന്നറിയില്ല. കയ്യൊക്കെ നല്ലോണം. അപ്പം അതുകൊണ്ട് ഒന്നും പുറത്ത് മാത്രമേ വൃത്തിയുള്ളൂ, അകത്ത് വൃത്തിയാണെങ്കിൽ വേണ്ട. അകത്തേക്കും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് ഡയറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ത് ഡയറി ആവുമോ ഇത്രയും നമ്മൾ ചെയ്തു. എന്നാൽ ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഒന്നുകൂടി അതേ അളവിൽ 38 സെൻറ്റിമീറ്റർ നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ മടക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 38 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം
ബാലൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കിട്ടിയിട്ടുണ്ട്, ബട്ട് അത് നമ്മൾ ഉള്ളിലേക്ക് ഇൻസൈഡ് ചെയ്ത് വെക്കും. പിന്നെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കാലിലൊക്കെ വാക്സ് ചെയ്യുന്നതുകൊണ്ട് വേദനയത് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പരിപാടിയൊന്നുമില്ല, എന്നാലും കുറച്ച് പരിപാടി. അതാണ്ട് ഇത്രയൊക്കെ നമ്മൾ ചെയ്തു. ചെറിയൊരു പരിപാടി കിട്ടി. കാരണം ഇൻസുലേഷൻ ആണ് നമ്മൾ സെല്ലോ ടേപ്പ് എടുത്ത് നമ്മൾ ഒട്ടിച്ചു പോയി. എന്നിട്ട് അതൊക്കെ വലിച്ചു വെച്ച് വന്ന് വീണ്ടും ഒന്നും കൂടി ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ പകുതിയാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചിട്ടുണ്ടേ. അങ്ങനെ താണ്ടേ നമ്മൾ എടുത്തു. അങ്ങനെ താണ്ട് പടച്ചെണ്ട കൂട്ടുന്നുണ്ട്. അതൊന്നും അങ്ങനത്തെ സൗണ്ടൊക്കെ കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ചോട്ടാപ്പച്ചല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ 6 ഭാഗം നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്തത് മേലെയും കൂടി. അപ്പം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നത് അത് 2 ലെയറായിട്ട് വേണ്ടി വരും, എന്നാലേ അത് സെറ്റാവുള്ളൂ തോന്നുന്നു. കാരണം ഇത് ഒട്ടിയിട്ടില്ല, മേലെ ഒട്ടിയിട്ടില്ല. അപ്പം അവിടെയും കൂടി ഒന്ന് ശരിയാക്കി ഒട്ടിക്കണം. അപ്പം അതാണ്ട് അങ്ങനെ എല്ലായിടത്തും നമ്മൾ അതാണ്ട് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. റെഡ് ടീമിൽ നിന്നാണ് ഒട്ടിച്ചേക്കാം. ഫസ്റ്റ് സ്ട്രോബെറി എന്ന് പറയുന്നത് അതിനെ കൊണ്ടുപോയി മുകളിലേക്ക് ഒട്ടിച്ചു വെച്ചു. പിന്നെ ഏതാ സ്ട്രോബെറി തന്നെയാണ്, അതൊരെണ്ണം എടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് ഒട്ടിച്ചു വെച്ചു. പിന്നെ ഒരു ചെറിയുടെ ഒരു കേക്കാണ്, ചെറിയുടെ കേക്ക് കൊണ്ടിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ചെറിയുടെ ഒരു ബണ്ണൊക്കെ ഇട്ട ഒരു അമ്മൂമ്മയാണോ കുട്ടിയാണോ ഉണ്ടാവും. അതാണ് നിലത്ത് നിർത്തുകയാണ്. അപ്പം നിലത്ത് നിർത്തി അവളെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെയ്യാം. ഞാനവിടെ കണ്ട് ഒന്നുകൂടി ഒരു സ്ട്രോബെറിയും കൂടി എടുത്തിട്ട് അവിടെ ഇവിടെ കൊണ്ട് ഒട്ടിക്കാം. പിന്നെന്താ ഒരു 2 സ്ട്രോബെറിയും കൂടി എടുത്ത് ഇവിടേക്കും കൂടി കൊണ്ട് ഒട്ടിച്ചു. വേറെ ഒരു സ്ട്രോബെറിയും കൂടി ഉണ്ടായിരുന്നു, ആ സ്ട്രോബെറിയും കൂടി എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഒട്ടിച്ചു. പിന്നെന്ന് പറയുന്നത് സ്ട്രോബെറിൻ്റെ ബാസ്ക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു, അതിനെയും കൂടി ഒന്ന് കൊണ്ട് ഒട്ടിച്ചേക്കാം. പാവം ബാസ്ക്കറ്റ് തന്നെ വേണ്ട, സ്ട്രോബെറിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ട് ഒട്ടിച്ച്. പിന്നെ ഒരു സ്ട്രോബെറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, സ്ട്രോബെറി വെച്ച് അവളതാണ് നമ്മൾ നിരത്തി ഇരുത്തിയിരിക്കുന്നത്. പിന്നെ ചെറി തീമുണ്ട്. സ്ട്രോബെറിയിൽ വെക്കണം. താണ്ട ഒരു ബണ്ണീനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെയും നമുക്കൊന്നുകൊണ്ട് കിട്ടിക്കാം. അവിടെ തൊട്ടുമുണ്ട്. പിന്നെന്താ സ്ട്രോബെറിനെ പിടിച്ചിരിക്കുന്ന ഒരു ബിയറും കൂടി ഉണ്ട്. അപ്പം ഈ ബിയറിനെ കൂടി നമുക്ക് ഇവിടെ കൊണ്ട് ഒട്ടിക്കാം. പിന്നെ ഐസ്ക്രീമിൽ കയറി നിൽക്കണം ഒരു ബണ്ണ്. ചെറി തീമും സ്ട്രോബെറി തീമുമാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്.
അതിൻ്റെ ഇടയ്ക്ക് അതാ വന്നിരിക്കണം കുറച്ചുകൂടി സ്ട്രോബെറി. അതവിടെ ഇരിക്കട്ടെ, പക്ഷെ നന്നായിക്കോട്ടെ. ചെറിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. സൗണ്ട് ചെറിയ വ്യത്യാസമല്ലേ. അതാണ്ട് ഇപ്പം തൊട്ട് നമ്മുടെ ചുമ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയിൽ നിൽക്കണതന്നെ ഒരു ഭംഗിയുണ്ട്. അവനെയും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. പിന്നെ സ്ട്രോബെറീൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്ന ഹാഫ് സൈസ് ഫേസുള്ള വേറൊരു സ്ട്രോബെറിയിൽ നിൽക്കുന്ന ഒരാളും കൂടി ഉണ്ട്. പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ. ചെറിയ തീം തന്നെയാണ്. പിന്നെ ഒരു ഐസ്ക്രീം തന്നെയുണ്ട്, സ്ട്രോബെറി ഫ്ലേവർ. പിന്നെന്താ കുറച്ച് പൂക്കൾ. പൂക്കളിനെ കൂടി എടുത്ത് വെച്ചാൽ സെറ്റായിട്ടില്ല. പിന്നെ അതാണ്ട് കുറച്ച് ബാനയും കൂടി എടുത്തൊന്ന് ഒട്ടിക്കാം. എല്ലാവർക്കും പിടിച്ചിട്ടോ പച്ചമ. എനിക്ക് മാത്രമല്ല, മിൽക്ക് മാത്രം സെൻറ്ററിലായി പോയിരുന്നുള്ളൂ. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ഇതിനെ ഒന്ന് എഴുതിയും കൂടി ഒന്ന് സെറ്റാക്കാം. അങ്ങനെ 2 റിബൺ നമ്മൾ കട്ട് ചെയ്തിട്ട്, ഒരു യൂസ് ചെയ്ത റിബണാണ്. 2 ഒന്ന് കട്ട് ചെയ്തിട്ട് ഇന്നതാ നമ്മളിവിടെ ഈ പേപ്പർ ഒട്ടിച്ചില്ലേ, ഒട്ടിച്ചിട്ട് വേണ്ട അവിടെ ഞാൻ ഇൻസുലേഷൻ വെച്ചാണ് ഒട്ടിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഒട്ടനൊരു ഗം യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഒരു വലിയ പീസ് ഇൻസുലേഷൻ എടുത്ത് കട്ട് ചെയ്തിട്ട്, ഞാനെല്ലാം അവിടെ റെഡ് വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ റെഡ് വെച്ച് ചെയ്യുന്നത്. ഇതിലധികം വലിയ പീസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇട്ട് അതിലിടയ്ക്ക് ഈ ഒലക്കത്തെ പേപ്പറാണെങ്കിൽ മാറിപ്പോകുന്നതും ഉണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 2 നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇവിടെ ആയിട്ട് ഇങ്ങനെ കീറി പോകാണ്ടിരിക്കാനാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഒന്ന് മര്യാദയ്ക്കൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് കെട്ടിക്കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ച റെഡ് റിബൺ ഉണ്ടാവുന്നതാണ്, ബട്ട് അതെൻ്റെ ഇപ്പില്ല. തൽക്കാലത്തേക്ക് ആകെ കുറച്ച് പീസ് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ എന്തിനോ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ബാലൻസ് ഇപ്പം എൻ്റെ ആകെ യെല്ലോ റോൾ മാത്രമേ ഉള്ളൂ. എനിക്ക് റെഡ് വാങ്ങിക്കണം. അങ്ങനെ വേണ്ടേ റിബണൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ക്യൂട്ടാക്കിയപ്പോൾ എന്തോ ഒരു മനസ്സമാധാനം. 1 മണിക്കൂറത്തെ പണി ഒന്നുമില്ല, ഒരു 19-18 മിനിറ്റ്. ഞാൻ തന്നെ 1 മണിക്കൂർ എടുത്തു. നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.